ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമുക്ക് വെള്ളക്കടല വെച്ചിട്ട് ഈസി ആയിട്ട് ഇനി അമ്മൂസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് പുറത്ത് പോയി കഴിക്കണ്ട, ടിന്ന് വെച്ചിട്ട് ഉണ്ടാക്കണ്ട. അതിനായിട്ട് നമ്മുടെ അമ്മൂസ് ഏകദേശം ഒരു 4 5 വിസിലെങ്ങാനും കുക്കറിലിട്ട് ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെക്കും. പിറ്റേന്നാണ് നമ്മൾ ഇട്ട് വെക്കുന്നതെങ്കിൽ ഒരു 4 മണിക്കൂററ്റം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ നല്ലപോലെ വലുതായി കിട്ടും. അല്ലെങ്കിൽ ഇനി തലേദിവസം തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇതിപ്പോൾ ഞാൻ അന്ന് തന്നെ ഒരു 4 മണിക്കൂർ വെച്ചതാണ്. ഇത് ഒരു 6 വിസിലോളം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ലപോലെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഗ്രൈൻഡറിലിട്ട് അടിച്ചെടുക്കാം. അതിലേക്കൊരു 4 5 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 2 3 പച്ചമുളക് ഓപ്ഷനിലാണ്, ഇട്ടാൽ നല്ലൊരു സ്പൈസി ടേസ്റ്റിലായിട്ട് കിട്ടും. പിന്നെ തഹീന, ഇനി അതില്ലെങ്കിൽ വെളുത്ത എള്ള് നമുക്കൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് തഹീന ഉള്ളത് കൊണ്ട് അതിൽ നിന്നൊരു 3 ടേബിൾ സ്പൂൺ എങ്ങാനും എടുക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. തൈരും ഏകദേശം ഒരു 2 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ കുറച്ചധികം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഒലിവ് ഓയിലാണ് നമ്മൾ ചേർക്കാറുള്ളത്. ഇതൊരു അറബിക് ഡിഷ് ആയതുകൊണ്ട് നമ്മളത് ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഹെൽത്തിനും നല്ലതാണ്. പിന്നെ നല്ലപോലെ അടിഞ്ഞു കിട്ടാൻ ഒരു 3 4 ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഐസ് ക്യൂബും കൂടെ ഉണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ അമ്മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരിത്തിരി തിക്കായിട്ട്, ഇനിയിപ്പോൾ ലൂസായിട്ട് വേണമെങ്കിൽ ഇതെല്ലാം കൂടെ അടിച്ചെടുത്തിട്ട് കുറച്ച് തൈരൊക്കെ ഒന്ന് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒലിവ് ഓയിൽ ഇങ്ങനെ മുകളിൽ ഒഴിച്ചിട്ടല്ലേ കിട്ടുക. പിന്നെ പാപ്രിക്ക പൗഡർ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് എന്താ പറയുക, വെള്ളക്കടല, ചിപ്പി അല്ലെങ്കിൽ ഒലിവ് കായൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒലിവ് കായ, ബ്ലാക്ക് ഒലിവ്സ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് വേണമെങ്കിൽ മിക്സിയിലും അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഗ്രൈൻഡർ ഉള്ളത് കൊണ്ട് ഞാൻ അതിലാണ് അടിച്ചെടുക്കണത്. അപ്പോൾ ഇത്രയുള്ള ഈസി റെസിപ്പിയാണ്. നമുക്ക് കുബൂസിൻ്റെ കൂടെ പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനിയിപ്പോൾ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ, ടിന്ന് വെച്ചിട്ടുള്ള അമ്മൂസിൻ്റെ ടിന്ന് വാങ്ങിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കണ്ടോ, നല്ലപോലെ തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ തിക്നെസ് ഒന്ന് കുറക്കണമെങ്കിൽ തൈര വെള്ളമൊക്കെ ഒന്ന് കുറച്ചും കൂടെ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. ശരിക്ക് ഹോട്ടലിലൊക്കെ ഉണ്ടാവുക ഒരു തിക്നെസ്സിലായിരിക്കും. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഒന്ന് കടല ഒന്ന് വെള്ളത്തിലിടേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.